കുന്നുകളെല്ലാം കുത്തിമറിച്ചോരെ, ആരെല്ലാം മണ്ണും മാന്തിക്കീറി മുറിച്ചോരെ, തൂശിമുന ഇലകൾ തെറുത്ത് വാശിയിലതു വീശി വരുന്നു, നിങ്ങൾക്കൊരു താക്കീതാണെ കരുതിയിരുന്നോളൂ. പകമൂത്ത കാലം നീട്ടിയ കരിമണ്ണിൽ നിന്നും കണ്ണീരു നനഞ്ഞു കുതിർന്ന് പൊട്ടിമുളച്ചൊരു വരവുണ്ടേ. പകമൂത്തു കാലം നീട്ടിയ കരിമണ്ണിൽ നിന്നും കണ്ണീരു നനഞ്ഞു കുതിർന്ന് പൊട്ടിമുളച്ചൊരു വരവുണ്ടേ. മഴവില്ലെനിക്കു നിറങ്ങൾ തന്നു നിറഞ്ഞ മനസ്സോടെ. വെൽക്കം ടു RN വ്ലോഗ്സ്. ഇന്ന് ഞാനിവിടെ എത്തി നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഏങ്ങണ്ടിയൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഏങ്ങണ്ടിയൂർ ഗ്രാമം, ഇവിടെ ഏങ്ങണ്ടിയൂർ പ്രസിദ്ധനായിട്ടുള്ള ഒരാളുണ്ട്. നമ്മളുടെ ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ എന്ന് അറിയപ്പെടുന്ന ചന്ദ്രവേട്ടൻ, ആളുടെ വസതിയിലാണ് നമ്മളിവിടെ എത്തി നിൽക്കുന്നത്. അപ്പൊ നമുക്ക് ആളെ ഒന്ന് പരിചയപ്പെടാം. പക്ഷെ അതിനു മുൻപ് ഈ ഇന്റർവ്യൂവിന്റെ രസം നുകരാനായിട്ട് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ആദ്യം മുതൽ അവസാനം വരെ കാണുക. അതുപോലെ ഇത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. ചന്ദ്രേട്ട, സ്വാഗതം. RN വ്ലോഗ്സിലേക്ക് സ്വാഗതം. സന്തോഷം. ആക്ച്വലി ചന്ദ്രേട്ടനെ പരിചയപ്പെടാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. എന്താ പറയാ, ഇത്രയും തിരക്കുകൾക്ക് ഇടയിലും കൂടി ഞാനൊന്ന് വിളിച്ചപ്പോ വെച്ചാല് ഒന്നും നോക്കാതെ തന്നെ പറഞ്ഞു, ഓക്കെ ഞാൻ ഇപ്പൊ തിരിച്ചു വിളിക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രേട്ടൻ വിളിച്ചു തന്നെ. അതെനിക്ക് വളരെയധികം എന്താ പറയാ ഇതായി സന്തോഷമായിട്ടുള്ള കാര്യം. അപ്പൊ നമ്മുടെ മുന്നിലിരിക്കുന്ന ചന്ദ്രവേട്ടൻ പ്രത്യേകിച്ച് നിങ്ങളെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞ് അപ്പൊ നമ്മളൊക്കെ ചന്ദ്രവേട്ടൻ എല്ലാവരും വിളിക്കും. ആള് ഒരു കവി, അതിലുപരി ചലച്ചിത്ര രംഗത്ത് ഗാനങ്ങൾ ഒരുപാട്, ഒരു 140-140 ഗാനങ്ങൾ കഴിച്ചിട്ടുണ്ട്. പിന്നെ തച്ചുശാസ്ത്ര, അത് അച്ഛനായിരുന്നു തച്ചുശാസ്ത്രം. ഞാൻ അച്ഛന് സുഖമില്ലാതായപ്പോ അച്ഛനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ട് മാത്രമേ. ചെറുപ്പത്തിലുള്ളത് ഒരു ശില്പിയും കൂടിയായിരുന്നു. ശില്പങ്ങൾ കുറെ ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ. അത് ഭയങ്കര സന്തോഷമുള്ള, എനിക്ക് സന്തോഷം തരുന്ന കാര്യമാണ്. എനിക്ക് താല്പര്യമുള്ള ഒരു വിഷയമാണ് ചിത്രം, ശില്പം, അതുപോലെ എല്ലാ കലകളും. ഇപ്പൊ ശില്പം ഞാൻ ഒന്ന് പരീക്ഷിക്കാൻ എനിക്ക് അവസരം ഉണ്ടായിരുന്നു. നമുക്ക് തന്നെയല്ല, അത് വലിയ മഹാന്മാർക്ക് കൊടുക്കാനും പറ്റി. ഇപ്പൊ കടമ്പനിട്ടയ്ക്ക്, അങ്ങനെയുള്ള വലിയ വലിയ ആളുകൾ, KGS-ന്, അതുപോലെ നമ്മുടെ നാടക രംഗത്തുള്ള ആൾക്കാർക്ക് ഒരുപാട് അവര് ഓർഡർ ചെയ്തിട്ട് ഞാൻ ഉണ്ടാക്കും. എന്നിട്ട് അത് അവര് സംഘടനകൾ കൊടുക്കും. അതുപോലെ ഞാൻ വായിക്കുകയുണ്ടായി ചന്ദ്രേട്ടന്റെ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ ഒരു വീഡിയോ ഞാൻ കണ്ടു. അപ്പൊ അതിൽ പറയുണ്ടായി ഈ വയലോപ്പിള്ളി, അതുപോലെ ബഷീർ സാറ്, നമ്മുടെ കൊച്ചു കൊച്ചു കവിതകൾ എഴുതുന്ന മാഷ്, കുഞ്ഞുണ്ണി മാഷ്, അപ്പൊ ഇവരൊക്കെ ആയിട്ട് വളരെയധികം അടുത്ത ബന്ധം ഉണ്ടായിരുന്നു എന്ന് എനിക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അല്ല, അടുത്ത ബന്ധത്തിലുപരി നമ്മളൊക്കെ അവരെ കാണാനും തന്നെ ആഗ്രഹിച്ച ആൾക്കാരായിരുന്നു. ബഷീറായാലും കുഞ്ഞുണ്ണി മാഷായാലും വൈലോപ്പിള്ളി മാഷായാലും. ഇപ്പൊ ഞാനായിട്ട് അവരെ അങ്ങനെ അടുത്തേക്ക് പോയിട്ടില്ല. കുഞ്ഞുണ്ണി മാഷ് പിന്നെ നമ്മുടെ കൂടെ, കുഞ്ഞുണ്ണി മാഷിന്റെ കൂടെ ഞാൻ ഒരുപാട് നാളുണ്ടായെങ്കിലും അവരൊക്കെ അകന്നു നിന്നിട്ട് നമുക്ക് കാണാനും അവരായിട്ട് അനുഭവപ്പെടാനും ഒക്കെ പറ്റിയ അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഞാനൊരു രചന എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ ക്ലബിന് വേണ്ടിയിട്ട് ഒരു മാസിക ഇറക്കിയിരുന്നു. അപ്പൊ അതിന്റെ എഡിറ്റർ ആയിരുന്നു ഞാൻ. വളരെ ചെറുപ്പത്തിലാണത്. അപ്പൊ അത് എല്ലാവർക്കും അയച്ചു കൊടുക്കും, വലിയ വലിയ ആളുകൾക്ക് അയച്ചു കൊടുക്കും. അങ്ങനെ ബഷീറിന് അയച്ചു കൊടുത്തു. ബഷീർ പ്രിയപ്പെട്ട ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു കത്ത് അയച്ചിരുന്നത്. അതാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട, ഏറ്റവും ലളിതമായിട്ട് സാധാരണ നാട്ടുഭാഷയിൽ എഴുതിയിട്ട് നമ്മളൊക്കെ വായിക്കാൻ പ്രേരിപ്പിച്ച ഒരാൾ വൈക്കം മുഹമ്മദ് ബഷീർ അല്ല. അതുകൊണ്ടാണ് അത് പറയുന്നത്. എന്റെ കയ്യിലുണ്ട്, ഇപ്പോഴും ഉണ്ട് ആ കത്തുണ്ട്. ഈ കുഞ്ഞുണ്ണി മാഷിന്റെ കൂടെ ഒരു ഗുരുശിക്ഷ ബന്ധം ഉണ്ടോ നിങ്ങൾ തമ്മിൽ? അതോ? അല്ല, അങ്ങനെ നമുക്ക് തോന്നാം. കാരണം എന്താ വെച്ചാല് മാഷിന്റെ കുഞ്ഞു കവിതകളിൽ ആകർഷണമായിട്ട് ഞാൻ കോഴിക്കോട് എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അരവിന്ദൻ പണിക്കശ്ശേരി എന്ന് പറഞ്ഞത്, എന്റെ അയൽവാസി തന്നെയാണ്. അപ്പൊ ആള് ഞാനും കൂടി ആയിട്ടാണ് കുഞ്ഞുണ്ണി മാഷെ കാണാൻ പോയിട്ടുണ്ട്. ആളൊന്ന് കോഴിക്കോട് ഉണ്ടായിരുന്നു. അപ്പൊ രാമകൃഷ്ണാശ്രമം സ്കൂളിൽ പോയിട്ട് അദ്ദേഹത്തിനെ കാണുകയും പിന്നീട് അദ്ദേഹം വീണ്ടും സ്വന്തം നമ്മുടെ നാട്ടിലേക്ക് തന്നെ വന്നു, വലപ്പാട് വന്നു. അപ്പൊ ഞങ്ങൾക്ക് ഒരുപാട് യാത്ര ചെയ്യാനും ഒരുപാട് പരിപാടിയിൽ ഒരുമിച്ച് പങ്കെടുക്കാനും ഒക്കെ കഴിഞ്ഞു. അപ്പൊ നമ്മുടെ കവിതയൊക്കെ കാണിച്ചു കൊടുക്കും. അപ്പൊ അതിലത്തെ അതാണ് ഒരു ഗുരുശിക്ഷ ബന്ധം എന്ന് പറയുന്നത്. അപ്പൊ അതിലത്തെ തെറ്റുകൾ പെട്ടെന്ന് തിരുത്താൻ. കുഞ്ഞുണ്ണി മാഷ് എന്ന് പറയുന്നത്
നിമിഷക്കവി കൂടിയാണ്, കുട്ടികളുടെ ഏറ്റവും പ്രിയങ്കരനായ ഒരു അതെ. കവി കൂടിയാണ്. അതുപോലെ ചന്ദ്രേട്ടൻ പറഞ്ഞൊരു കാര്യം, വൈലോപ്പിള്ളി സാറുമായിട്ട് വൈലോപ്പിള്ളി സാറിന്റെ അടുത്തൊരു ലെറ്റർ വാങ്ങാൻ പോയ ഒരു സംഭവം അതുണ്ട്. പറഞ്ഞിട്ടുണ്ട്. അത് ഇതേപോലെ തന്നെ ഈ രചന മാസികയുടെ പ്രധാന പ്രവർത്തകൻ ജോയ് പി എൽ എന്ന് പറഞ്ഞിട്ട് സർവീസിലായിരുന്നു ആൾ. ഇപ്പൊ പെൻഷനൊക്കെ ആയി. അപ്പൊ ഞാൻ അദ്ദേഹം കൂടിയിട്ടാണ് ജോയ് പി എല്ലും കൂടിയിട്ടാണ് ഞാൻ പോയത്. ആദ്യം സാഹിത്യ അക്കാദമിയിലൊക്കെ ചെന്നു. എന്നിട്ട് പറഞ്ഞു അന്ന് വളരെ ചെറുപ്പല്ലേ, അപ്പൊ വൈലോപ്പിള്ളി മാഷ് കാണാൻ പറ്റുമെന്ന് പറഞ്ഞു. ആ ചെല്ലം കെട്ട് എന്ന് പറഞ്ഞു, തല്ലിട്ടാ നിങ്ങൾ മേടിച്ചു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു തല്ലിട്ടെ വൈലോപ്പിള്ളി മാഷ എന്നല്ലേ എന്ന് പറഞ്ഞ തമാശ. അംഗീകാരമായിട്ട് അതെ, മോതിരിട്ട വിരല് കൊണ്ടാട്ടിട്ട് എന്നൊക്കെ പറഞ്ഞ പോലത്തെ സംഭവം. അങ്ങനെ ഞങ്ങള് ദേവസ്വം ക്വാർട്ടേഴ്സിന്റെ 11ാമത്തെ നമ്പർ മുറിയിൽ താമസിക്കുന്നുണ്ട്. അവിടെ ചെല്ലുമ്പോ വൈലോപ്പിള്ളി മാഷ് ഇസ്തിരി ഇട്ടുകൊണ്ടിരിക്കുക. അപ്പൊ എന്താ സംഭവം എന്ന് ചോദിച്ചു ഞങ്ങൾ. അപ്പൊ ഞങ്ങളിങ്ങനെ ഒരു മാസിക നടത്തുന്നുണ്ട് രചന, ഇവിടെ ഒരുപാട് രചനകൾ വരുന്നുണ്ടേ, നിങ്ങളുടെയും കണ്ടു എന്ന് തോന്നണു എന്ന് പറഞ്ഞു. അപ്പൊ എന്താ വേണ്ടത് എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു ഞങ്ങൾക്കൊരു അഭിപ്രായം എഴുതി തരണം, ഒരു കത്തെഴുതി തരണം എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ അദ്ദേഹം കത്തെഴുതി തരണം എന്നാ. അപ്പൊ ആള് പറഞ്ഞു പേനയും കടലാസ് എടുത്തോളാൻ പറഞ്ഞു. അപ്പൊ ഞങ്ങൾ അങ്ങനെയൊന്നും കരുതിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ആള് രണ്ടും കൊണ്ടുവന്നു. എന്നിട്ട് ഞങ്ങളൊരു അപ്പൊ ആ സമയത്ത് ഞങ്ങളൊരു വളരെ രസകരമായിട്ട് ആള് പറഞ്ഞു സംഭാഷണം പറഞ്ഞു. അതെ, പേനയും പത്രാധിപന്മാരാണെന്ന് പറയുന്നു, പേനയും കടലാസും ഇല്ല, രണ്ടും കൊണ്ടുവന്നു. എന്നിട്ട് പറഞ്ഞു എഴുതിക്കൊള്ളാൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു എന്താണ് ഇതിന്റെ മനഃശാസ്ത്രം എന്ന് വെച്ച് എഴുതാൻ പറഞ്ഞു, ഹെഡിങ് എഴുതാൻ പറഞ്ഞു. 2-3 പേര് ചേർന്നാല് ഒരു ചർച്ചായോഗം സംഘടിപ്പിക്കും. അത് 5 പേരായാൽ ഒരു മാസികയോ വാരികയോ ഇറക്കിക്കളയും. അക്കൂട്ടത്തിൽ ഒന്നാണ് രചന എന്ന് ആദ്യം പറഞ്ഞു. എന്നിട്ട് പറഞ്ഞ് പുകഴ്പ്പെട്ട പ്രസിദ്ധീകരണങ്ങളിൽ ഇത്തിരി ഇടം കെട്ടാത്ത ആളുകൾക്കുള്ളൊരു ചവിട്ടുപിടികളാണോ, അങ്ങനെ കുറെ കാര്യങ്ങൾ. അവസാനം പറഞ്ഞല്ല, കോഴിയും കാക്കയും കോലാഹലം കൂട്ടുന്നുണ്ടെന്ന് വെച്ച് അടയ്ക്കാപ്പക്ഷിയും ബുൾബുൾ പക്ഷിയും വെറുതെ ഇരിക്കണോ, അവർക്കും കൂടി അർഹതപ്പെട്ടതല്ലേ ശലഭാഭങ്ങളായ ഈ പുത്തൻ പ്രഭാതങ്ങൾ എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു എങ്ങണ്ടിരുന്നല്ലോ വരുന്നത് അദ്ദേഹം പറഞ്ഞു. ഇനി എങ്ങണ്ടിരു ഓടുക. ഞങ്ങൾ ഓടി, ശരിക്കും ഓടി. അപ്പൊ ഞാനത് മധുരമലേക്ക് എഴുതുമ്പോ ഭയങ്കര സന്തോഷത്തിലാണ് ഓടുന്നത്. കാറ്റിൽ മാമ്പഴം വീണ് കിട്ടിയ കുട്ടികളെ പോലെയാണ് ഞങ്ങളുടെ ഓട്ടം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ അത് അവസാനിപ്പിച്ചത്. അതുപോലെ ചന്ദ്രേട്ടന് ഈ തത്വശാസ്ത്രം, അതുപോലെ ശില്പങ്ങള് ഉണ്ടാക്കുക, അതിൽ പരം ഈ കലാപരമായിട്ടുള്ള ഒരു സാഹിത്യം, അതിലാണ് കൂടുതൽ ശ്രദ്ധ കൊടുത്തിരുന്നത്. അപ്പൊ ഈ കവിത ഒക്കെ എഴുതാനുള്ള പ്രചോദനം എങ്ങനെയാണ്? അതേ സംബന്ധിച്ചാൽ എനിക്ക് വളരെ ചെറുപ്പം തൊട്ട്, നമ്മളൊരു വിചാരിക്കാത്ത പ്രായം തൊട്ട് എനിക്ക് കലകളോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പൊ അന്ന് നാട്ടുകലകളായിരുന്നു കൂടുതൽ. നാടകങ്ങള്, അതുപോലെ നാടോടി സംസ്കൃതിയിലുള്ള ഒരുപാട് തോറ്റംപാട്ട്, ഭഗവതിപ്പാട്ട്, അതുപോലെ കളപ്പാട്ടുകളൊക്കെ, അങ്ങനെയുള്ള പാട്ടുകളൊക്കെ ചെറുപ്പത്തിൽ ഇഷ്ടമായിരുന്നു. ഫുള്ള് പാട്ടുകള്, വാമൊഴി പാട്ടുകൾ. ഞങ്ങളുടെ അച്ഛമ്മ ഞങ്ങൾക്കൊക്കെ പറഞ്ഞു തരുന്ന ഒരുപാട് പാട്ടുകളുണ്ട്. കടങ്കഥകൾ, പഴഞ്ചൊല്ലുകളൊക്കെ പഴയ മുത്തശ്ശിമാർക്ക് ധാരാളം അറിയാം. അപ്പൊ അതൊക്കെ ഹൃദ്യസ്ഥമാക്കാനുള്ള ഒരു മനസ്സുണ്ടായിരുന്നു. ഇപ്പൊ ആലോചിക്കുമ്പോഴാണ് അതൊക്കെ നമുക്ക് അന്ന് ഹൃദ്യസ്ഥമാക്കിയിരുന്നല്ലോ. അപ്പൊ നമുക്ക് അതിനുള്ള സ്നേഹം തന്നെയാണെന്നുള്ളതാണ്. അപ്പൊ നമുക്ക് കവിതകളൊക്കെ വായിക്കാൻ തുടങ്ങി. അപ്പൊ ഞാൻ ആകെ സ്കൂളിലൊക്കെ പോകുന്ന 2 കാര്യത്തിനാണ്. ഒന്ന് പദ്യം പഠിക്കാനും, അത് കാണാപ്പാടം ചൊല്ലും. അതുപോലെ നാടകമൊക്കെ അഭിനയിക്കാനൊക്കെയാണ്. നാടകത്തിൽ അഭിനയിച്ചിരുന്നു കുറെ നാള്, കുറെ സമ്മാനം കിട്ടിയിട്ടുണ്ട് എനിക്ക് പണ്ട് ചെറുപ്പത്തില്. പിന്നെ ഒടുവിൽ ജോയ് മാത്യുവിന്റെ ഒക്കെ ജോസഫ് എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്തുകൊണ്ട് നാടകത്തിലാണ് ഏറ്റവും ഒടുവിൽ അഭിനയിച്ചത്. കേരളം മുഴുവൻ ഏതാണ്ട് സ്ഥലങ്ങളിൽ അതിൽ ജോയ് മാത്യു അഭിനയിച്ചിരുന്നു. അങ്ങനെ ഒരു യാത്ര നടത്തിയിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഈ കറുപ്പ്, ആ ഒരു കവിതാ സമാഹാരം, കറുത്തവൻ. അപ്പൊ അതിന്റെ ഞാനത് മുഴുവൻ വായിച്ചിട്ടില്ല, കുറച്ച് ഞാൻ അതിന്റെ ഒരു ഇതുണ്ട്. അത് ആ എന്താ പറയാ, വർണ്ണവിവേചനത്തിനെ പറ്റിയിട്ടാണ്, അത് മേലാളന്മാരുടെ ഒരു ഇതിനെ പറ്റിയിട്ടാണോ അതിൽ പൊതുവെ വൈശാമാഷ് ആ പുസ്തകത്തില് ഒരു കുറിപ്പ് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഞാൻ അദ്ദേഹം കണ്ടൊരു കാര്യമാണ്, നമ്മുടെ 2 തരം ആളുകളുണ്ട്. ഒന്ന് ചവിട്ടുന്നവൻ, ഒന്ന് ചവിട്ട് കൊള്ളുന്നവൻ. അത് ലോകത്തിന്റെ ഒരു നിയമം പോലെ നിൽക്കുന്നുണ്ട്. കറുത്തവരെ കുറിച്ചിട്ട് പഴയ കാലങ്ങളിൽ നിന്നും വേറൊരു രീതിയിലാണ് പുതിയ ഫാസിസത്തിന്റെ വരവ് എന്നൊക്കെ പറയണത്. അത് വേറൊരു രീതിയിൽ ഇപ്പോഴും ആളുകളുടെ ഉള്ളിലുണ്ട്. അപ്പൊ ഏറ്റവും വലിയ വിഷയമായിട്ട് ഞാൻ കാണുന്നത് ഈ വർഗീയതയാണ്. അത് നമ്മള് പറഞ്ഞുകൊണ്ടിരിക്കണം. വർഗീയതയ്ക്ക് എതിരായിട്ട് പറഞ്ഞു, ഏത് വർഗീയതയും ഒരുപോലെയാണ്. അത് ഏത് മതങ്ങളുടെ വർഗീയതയും ഒരുപോലെയാണ്. മതങ്ങളല്ല കുഴപ്പം, മതങ്ങളിലുള്ള വർഗീയ മനസ്സുകളുടെ ഒരു അഴിഞ്ഞാട്ടമാണ് ശരിക്കും ഇവിടെ നടക്കുന്നത്. അപ്പൊ ഭയങ്കര വിപത്തായിട്ട് മാറാൻ സാധ്യതയുണ്ട്. നമ്മുടെ മക്കളൊക്കെ ഇനി അടുത്തൊരു കാലങ്ങളിൽ അങ്ങനെ ജീവിക്കും ഇത്തരം ആളുകളുടെ ഈ പ്രവർത്തനങ്ങളിൽ. കാരണം വർഗീയതയ്ക്ക് വേണ്ടി മാത്രം ചിന്തിക്കുക, അതിനുവേണ്ടി മാത്രം പ്രവർത്തിക്കുക. ഏത്
നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഒരുപാട് വരുന്നൊക്കെ വർഗീയതയ്ക്കുള്ളത് അന്ന് വളരെ സൂത്രത്തിലാണ് അത് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് വേഷം. അവർ പറയുന്ന ഓരോ കാര്യത്തിലും. കാരണം നമ്മള് ഇപ്പൊ ഹിന്ദു ആയത് എന്റെ അനുഭവത്തോടൊന്നുമല്ല, നമ്മളായ പിന്നെ നമ്മൾ ആ ഒരു സംസ്കാരം നമുക്ക് ഉണ്ടാവും. അത് ഒരാൾ തരേണ്ടതല്ല. അതുപോലെ തന്നെ എല്ലാ മതങ്ങളിലും നല്ലവരുണ്ടെന്നുള്ളതാണ്. എല്ലാ മതങ്ങളിലും ഈ വർഗീയവാദികളുണ്ട്. അതൊക്കെ അവര് തിരുത്തേണ്ട ഒരു കാലം അതിക്രമിച്ചു കഴിഞ്ഞു. കാരണം കാലം അത്ര പുരോഗമിച്ചു എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ട ഒരു കാര്യം. ഇപ്പോഴും പക്ഷെ നമ്മൾ മനസ്സുകൊണ്ട് ഇപ്പോഴും നമ്മൾ അവിടെ എത്തിയിട്ടില്ല. ഇല്ല, അത് നമ്മളിൽ തന്നെ ഇത്തരം വിവേചനങ്ങൾ ഉണ്ടെന്നുള്ളതാണ്. നമ്മളത് ചോർത്തിക്കളയണം. ഇപ്പൊ ശരിക്കും പറയുകയാണെങ്കിൽ വർഗീയതയുടെ ഒരു അടുക്ക് നമ്മളറിയാതെ നമ്മൾ കുറേശ്ശെ അടിഞ്ഞു വിടും നമ്മുടെ ഹൃദയത്തില്. അത് നമ്മൾ അപ്പൊ വെച്ചിക്കളഞ്ഞില്ലെങ്കിൽ, അപ്പൊ നമ്മളത് ചോർത്തിക്കളഞ്ഞില്ലെങ്കിൽ നമ്മുടെ മനസ്സും അതിനും വർഗീയതയ്ക്ക് വേണ്ടി പരിവപ്പെട്ട് കളയുന്നുള്ളതാണ് നമ്മൾ അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ ഈ നാടൻ പാട്ടുകളെ പറ്റി പറയുകയാണെങ്കിൽ ശരിക്കും നാടൻ പാട്ടില് എടുത്തു പറയാവുന്ന ഒരു ഇതാണ് നിന്നെ കാണാൻ എന്നെക്കാളും. അത് എന്താ പറയാ, ചാലക്കുടി പ്രസീതയാക്കി മാറ്റിയ. അല്ല, അതിന് കാരണമുണ്ട്. വെച്ചാല് നമ്മുടെ സമത എന്ന് പറഞ്ഞിട്ട് ഉഷാകുമാരി ടീച്ചർ സ്ത്രീകളുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി. അപ്പൊ ആ ഗ്രൂപ്പിന് വേണ്ടിയിട്ട് ഒരു പാട്ട് വേണം എഴുതാൻ ടീച്ചറൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ നിന്നെ കാണാൻ എന്നെക്കാളും ചന്തെന്നു കുഞ്ഞിപ്പെണ്ണ എന്നുള്ളൊരു വാക്ക് ഒരു പ്രസംഗത്തിനിടയിൽ ആരോ എനിക്ക് കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു, രണ്ടുപേര്. അത് നാടൻപാട്ടാണെന്ന് തന്നെ അന്വേഷിച്ച് പറഞ്ഞു. അപ്പൊ നാടൻപാട്ടിന്റെ ആദ്യ വരികൾ എടുത്തിട്ട് ബാക്കിയുള്ള കാര്യം അരിവാളുണ്ട് ഞാൻ കഴിയും എന്നത് വരെ ഞാൻ ഫില്ല് ചെയ്യായിരുന്നു. പിന്നെ അത് അങ്ങനെയാണത്. അപ്പൊ അതുകൊണ്ട് എന്റെ പേര് വെക്കണം എന്ന് വിചാരിച്ചിട്ട് എഴുതിയതല്ല അത്. പിന്നെ അത് അവതരിപ്പിക്കുന്ന ആൾക്കാരൊക്കെ എന്റെ പേര് പറയുകയും, കാരണം രണ്ടുപേരല്ലേ ഉള്ളൂ. രണ്ടുപേര് ആദ്യത്തെ നാടൻപാട്ടിന്റെ ഉപയോഗിക്കാറുണ്ട് പലരും. വയലാറ് ഉപയോഗിച്ചിട്ടുണ്ട്, പി ഭാസ്കരൻ മാഷ ഇഷ്ടം പോലെ ഉപയോഗിച്ചിട്ടുള്ള ഒരു മേഖലയാണ് നാടൻപാട്ടുകളെ. അത് നമുക്ക് പ്രേക്ഷകർക്ക് ഒരു രണ്ടുപേര് ആദ്യത്തെ ഓർമ്മ. നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണെ, എന്നിട്ടെന്തേ നിന്നെ കെട്ടാൻ ഇന്നുവരെ വന്നില്ലാരും, ചെന്തേങ്ങ നിറമില്ലേലും ചെന്താമര കണ്ണില്ലേലും, മുട്ടിറങ്ങി മുടിയില്ലേലും മുല്ലമുട്ടിൻ പല്ലില്ലേലും, എന്നാലെന്തേ കുഞ്ഞിപ്പെണ്ണെ നിന്നെ കാണാൻ ചന്തം തോന്നും, എന്നിട്ടെന്തേ നിന്നെ കെട്ടാൻ ആണൊരുത്തൻ വന്നില്ലല്ലോ. നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണെ, എന്നിട്ടെന്തേ നിന്നെ കെട്ടാൻ ഇന്നുവരെ വന്നില്ലാരും. നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണെ, എന്നിട്ടെന്തേ നിന്നെ കെട്ടാൻ ഇന്നുവരെ വന്നില്ലാരും. ആ ചെത്തേങ്ങ നിറമില്ലേലും ചെന്താമര കണ്ണില്ലേലും, മുട്ടിറങ്ങി മുടിയില്ലേലും മുല്ലമുട്ടിൻ പല്ലില്ലേലും,
അങ്ങനെയാണ്. അത് ശരിക്കും എന്താ പറയാ, ആ വരികളിലൂടെ നമ്മൾ പോവുകയാണെങ്കിൽ ആ ഒരു അതിന്റെ ഒരു ഇഫക്റ്റ് വളരെ ഇതായിട്ട് ഇതുണ്ട്. അല്ല, അത് സ്ത്രീധനത്തിനെതിരായിട്ടുള്ളൊരു പാട്ടായിട്ട് അവരത് കുട്ടി ഘോഷിക്കപ്പെട്ട അവരൊക്കെ സമിതിയും അതിനുശേഷം പ്രേംപ്രസാദിന്റെ കീഴിലുള്ള ജനതര എന്നുള്ള ഗ്രൂപ്പ് അവരും വിദേശത്തൊക്കെ ഒരുപാട് പാടി, പ്രസീദ് ഒരുപാട് പാടി, അങ്ങനെ പലരും അത് പാടി. പ്രസീദാണ് കോളേജിൽ പഠിച്ചിരിക്കുന്ന ആ കാലഘട്ടത്തിലാണ് കേരളമേ പഠിക്കുമ്പോഴാണ് അന്ന് പ്രസീദ് കേരളമേ പഠിക്കുന്നത് ഈ പാട്ട് ഞാൻ എഴുതിയ സമയത്ത്. ഇപ്പോഴും പ്രസീതയായിട്ട് സംസാരിക്കുകയാണെങ്കിൽ ചന്ദ്രേട്ടന്റെ കാര്യം പറയുകയാണെങ്കിൽ ആൾക്ക് 1000 ആവണം പറയും. ഞാൻ എന്റെ ഗുരുസ്ഥാനത്ത് കാണുന്ന ഒരാളാണ് ചന്ദ്രേട്ടൻ. എപ്പോഴും ആള് എടുത്തു പറയും ആ കാര്യം. പിന്നെ ചന്ദ്രേട്ടന് ഈ സിനിമാ രംഗത്ത് ഈ പാട്ടുകൾ എഴുതിയതിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഏതാണ് പാട്ട്? എനിക്കത് പല പാട്ടുകളും എനിക്കിഷ്ടമാണ്. പക്ഷെ ജനങ്ങളൊക്കെ ഏറ്റെടുത്ത ഉറുമിയിലെ പാട്ടുകൾ, അതുപോലെ അത് സെല്ലുലോയുടെ പാട്ട്, കമൽ സാറിന്റെ പടത്തിലെ സെല്ലുലോയിഡ്. മറ്റടുത്ത ഉറുമിയിലെ പാട്ടുകളല്ല ആദ്യം ശ്രദ്ധിച്ചത്. എനിക്ക് കൂടുതൽ പറഞ്ഞ പോലെ സെല്ലുലോയിഡിലെ ഏനുണ്ടോടിയൊക്കെ വളരെ സത്താറ് വേണ്ടിയുള്ള പാട്ട്. ചന്ദ്രേട്ടന്റെ ഈ സിനിമാ രംഗത്ത് ഈ ഗാനങ്ങൾ രചിക്കുന്ന സമയത്ത് അതിനൊരു തുടക്കം എന്ന് പറഞ്ഞില്ല, ഒരു പാട്ടിന് നമ്മുടെ ഒരു മൈൻഡില് അറിയില്ല. അപ്പൊ അത് ഒരു പടത്തിനെ ഉദ്ദേശിച്ചിട്ടാണോ നമ്മൾ പാട്ട് തയ്യാറാക്കുന്നത്? അതല്ല, പണ്ടൊക്കെ എന്ന് വെച്ചാൽ നമ്മള് ഗാനം രചിച്ച് അതിനനുസരിച്ച് കഥ എഴുതുക എന്നുള്ള ഒരു സംവിധാനം. ഇപ്പോ നമ്മളൊരു പാട്ട്, ഒരു തീം ഉണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ട് പാട്ട് എഴുതുന്ന ഒരു രീതിയാണ്. അല്ല, അതെല്ലാ കാലത്തും സിനിമയുടെ കഥയ്ക്കനുസരിച്ചായിരിക്കും പാട്ട് വരിക. ആ സന്ദർഭമാണ് പ്രധാനം. ഇപ്പൊ ഒരു സിനിമയുടെ പല ആളുകളെ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് എല്ലാം ഒരു 10-20 കൊല്ലം പെട്ടെന്ന് പോവുകയും ചെയ്യും ഒരു പാട്ടിന്റെ ഉള്ളിൽ. അപ്പൊ സിനിമയ്ക്ക് വളരെ ആവശ്യപ്പെട്ട ഒരു സാധനമായിരുന്നു പഴയ കാലത്ത് പാട്ടില്ലാതെ നല്ല പടങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ പാട്ട് കൃത്യമായിട്ട് പഴയ കാല പാട്ടുകളൊക്കെ തന്നെ എഴുതിയിട്ട് അത് സിനിമയിലേക്ക് വരുന്നതാണ്. അത് സിനിമയ്ക്ക് ആവശ്യമുള്ള പാട്ടാണ് അവർ എടുക്കുള്ളൂ. ഇപ്പോഴങ്ങനെയല്ല. അത് നമ്മളോട് സന്ദർഭം പറയും, മ്യൂസിക് ഡയറക്ടറോട് അതിന്റെ ട്യൂൺ ഉണ്ടാക്കാൻ പറയും. അപ്പൊ അങ്ങനെ ഒരു കൂടിച്ചേരലിന്റെ അതിനനുസരിച്ച് നമ്മളുടെ അപ്പൊ നമ്മളതിൽ കഥ വേണം, സന്ദർഭം വേണം, കഥ വേണം, ഒക്കെ നമ്മൾ ഉണ്ടാക്കണം. എഴുതുന്ന ആൾക്കാർ അവര് ട്യൂൺ ഉണ്ടാക്കും. ആ ട്യൂണിനനുസരിച്ച് നമ്മള് അവിടേക്ക് നമ്മുടെ ഈ ഇതിലത്തെ കഥ, അവർക്ക് സിനിമയ്ക്ക് ആവശ്യമുള്ള സബ്ജക്റ്റ് ഒക്കെ നമ്മൾ അപ്ലൈ ചെയ്യണം. സിനിമ ഇപ്പൊ എത്രയോ 100-ൽ പരം എന്താ പറയാ സിനിമാ പാട്ടുകൾ ഓൾറെഡി രചിച്ചു കഴിഞ്ഞു. അത് സിനിമകളിൽ വന്നു കഴിഞ്ഞു, പ്രേക്ഷകർ കണ്ടു കഴിഞ്ഞു. അപ്പൊ അതില് ഏറ്റവും കൂടുതൽ ചന്ദ്രേട്ടന് തോന്നിയിട്ടുള്ള ഏറ്റവും മനസ്സിന് അട്രാക്ട് ചെയ്ത ഏതാണ് ഒരു പാട്ട്, എടുത്തു പറയാൻ പറ്റാവുന്ന ഒരു പാട്ട്? അത് ശരിക്കും പറഞ്ഞ പഴയ കാലം തൊട്ട് നമ്മുടെ സുഹൃത്തുക്കളൊക്കെയാണ് നമുക്ക് സിനിമ തന്നത്. ഞാൻ സിനിമയിൽ പാട്ട് എഴുതണമെന്ന് ഞാൻ ആഗ്രഹിച്ച് നടക്കാത്തൊരു കാര്യമാണുള്ളത്. അപ്പൊ നമ്മുടെ സുഹൃത്തുക്കൾ ഒരുപാട് സിനിമ പിടിക്കുമ്പോൾ നമ്മളെ വിളിച്ചപ്പോ ആദ്യം തന്നെ നമ്മുടെ ഒരു സുഹൃത്ത് ഒരു സിനിമയുടെ കഥയായിട്ട് ഞങ്ങൾ സംസാരിച്ചു. വെറുതെ ആള് സുരേഷ് കൊച്ചമണി എന്നാണ് പേര്. ആള് സിനിമയ്ക്ക് സ്ക്രിപ്റ്റ് എഴുതുന്നുണ്ട്. അങ്ങനെ വന്നപ്പോ അതിലേക്ക് ആവശ്യമുള്ള കാര്യങ്ങളെ കുറിച്ച് എനിക്ക് നല്ല ധാരണയുള്ള കാര്യമായിരുന്നു. കാരണം എനിക്കറിയാവുന്ന ഒരു മേഖലയായിരുന്നു അത്, എനിക്കിഷ്ടമുള്ള ഒരു മേഖലയായിരുന്നു ഈ തൊഴിലുണർത്ത് പാട്ട്. പാണ സമുദായത്തിന് തിരുവരങ്കന്മാരുടെ പാട്ടാണ് അതിൽ എഴുതേണ്ടതെന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതിന് പാട്ടിനെ കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്ത് പിന്നെ ആ പടത്തിൽ ആദ്യം വന്നു. പിന്നെ എന്റെ ഏറ്റവും ആത്മസുഹൃത്തായിട്ടുള്ള ഷൈജു അന്തിക്കാടിന്റെ പടത്തിലേക്ക് പിന്നെ പാട്ട് എഴുതി. അങ്ങനെ പിന്നെ കുറച്ച് പടങ്ങൾ കഴിഞ്ഞപ്പോ പിന്നെ നമ്മുടെ സന്തോഷം സാറിന്റെ ഒരുമയിൽ പാട്ട് എഴുതി. അത് കഴിഞ്ഞ് കമൽ സാറിന്റെ ഒരു ഗ്യാപ്പുണ്ട് കേട്ടോ, കുറച്ച് ഗ്യാപ്പുണ്ട്. സെല്ലുലോയിഡിൽ എഴുതി. ഇപ്പൊ സെല്ലുലോയിഡിലെ പാട്ട് ആൾക്കാർ കൂടുതൽ ആസ്വദിച്ചിട്ടുള്ള പാട്ടാണ്. ശബ്ദം സെല്ലുലോയുടെ മറ്റേ പാട്ടാണ് ഈ ഏനുണ്ടോടി അമ്പിളിച്ചന്ത് എന്നുള്ള പാട്ട്. അത് സിത്താരിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടും നല്ല ഗായികക്കുള്ള അത്. ആ പാട്ട് ഞാൻ ഒരു 10-20 പ്രാവശ്യം കേട്ടു. അതെ. അപ്പൊ എനിക്കത് വളരെ എന്താ പറയാ നാടൻ പാട്ടിന്റെ ഒരു തനിമയും, എന്നാൽ ആ ഒരു ഇന്ന് ജനങ്ങളെ കൂടുതൽ ശ്രദ്ധിക്കുന്ന സിനിമ ആ ഒരു ലൈനും എല്ലാം കൂടിയിട്ടുള്ള ഒരു യോജിപ്പുണ്ട് അതില്. അതെ, ശരി. അത് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയൊരു സംഗീതത്തിന്. എനിക്ക് നമ്മുടെ ബ്രഹ്മാനന്ദന്റെ പേരുള്ള ഒരു പുരസ്കാരം എനിക്കായിരുന്നു അതിന്റെ രചനയ്ക്ക്. അപ്പൊ ആ പാട്ട് എല്ലാം കൊണ്ടും എനിക്കും ഗുണം ചെയ്തു. അതുപോലെ സിത്താരിക്കും
എന്നോട് കൂടുതൽ അടുക്കാനും ഞങ്ങൾ തമ്മിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. അവനൊക്കെ അത് കാരണമായി. കമൽ സാറായിട്ട് പിന്നെ ഞങ്ങള് സിനിമയ്ക്ക് അപ്പുറത്തുള്ളൊരു ബന്ധമുണ്ട്, ശരിക്കും പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു ബന്ധം. സെല്ലുലോയിഡ് എന്ന് പറഞ്ഞ ഏനുണ്ടോടി. അപ്പൊ അതിലൊരു രണ്ടുപേരി പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്. ഏനുണ്ടോടി അമ്പിളിച്ചന്തം, ഏനുണ്ടോടി താമരച്ചന്തം, ഏനുണ്ടോടി മാരിവിൽ ചന്തം, ഏനുണ്ടോടി മാമഴച്ചന്തം, കമ്മലിട്ടോ പൊട്ടു തൊട്ടോ ഏനീതൊന്നും അറിഞ്ഞതേലെന്റെ. ഏനുണ്ടോടി അമ്പിളിച്ചന്തം, ഏനുണ്ടോടി താമരച്ചന്തം, ഏനുണ്ടോടി മാരിവിൽ ചന്തം, ഏനുണ്ടോടി മാമഴച്ചന്തം, കമ്മലിട്ടോ പൊട്ടു തൊട്ടോ ഏനിതൊന്നും അറിഞ്ഞതേയില്ലേ പുന്നാര പൂങ്കുയിലേ. ഏനുണ്ടോടി അമ്പിളിച്ചന്തം, ഏനുണ്ടോടി താമരച്ചന്തം, ഏനുണ്ടോടി മാരിവിൽ ചന്തം, ഏനുണ്ടോടി മാമഴച്ചന്തം, കമ്മലിട്ടോ പൊട്ടു തൊട്ടോ ഏനിതൊന്നും അറിഞ്ഞതേയില്ലേ പൊന്നാര പൂങ്കുയിലേ. കവളം കിളി കാതില ചൊല്ലണ്, കണ്ണിലിത്തിരി കൺമഷി വേണ്ടേന്, കുമ്പിളിൽ പൂവണവുമായെത്തണ്, കാറ്റ് മൂളണ് കരിവള വേണ്ടേന്ന്. എന്തിനാവോ ഏതിനാവോ ഏനിതൊന്നും അറിഞ്ഞതേയില്ലേ പഞ്ചാര പൂങ്കുയിലേ. ഏനുണ്ടോടി അമ്പിളിച്ചന്തം, ഏനുണ്ടോടി താമരച്ചന്തം, ഏനുണ്ടോടി മാരിവിൽ ചന്തം, ഏനുണ്ടോടി മാമഴച്ചന്തം, കമ്മലിട്ടോ പൊട്ടു തൊട്ടോ ഏനിതൊന്നും അറിഞ്ഞതേയില്ലേ പുന്നാര പൂങ്കുയിലേ. കൊച്ചരി മുല്ലതക്കം പറയാണ്, കാർമൂടി ചുറ്റ് പോകുന്നു കെട്ടാന്, പൂത്തൊരുങ്ങിയിലഞ്ഞിയും ചൊല്ലാണ്, മേല് വാസന തൈലം പുരട്ടാന്. എന്തിനാവോ ഏതിനാവോ നീ മറിമയമെല്ലാം അറിഞ്ഞിട്ടും മിണ്ടാതെ നിക്കണല്ലേ. ഏനുണ്ടോടി അമ്പിളിച്ചന്തം, ഏനുണ്ടോടി താമരച്ചന്തം, ഏനുണ്ടോടി മാരിവിൽ ചന്തം, ഏനുണ്ടോടി മാമഴച്ചന്തം, കമ്മലിട്ടോ പൊട്ടു തൊട്ടോ ഏനിതൊന്നും അറിഞ്ഞതേയില്ലേ പൊന്നാര പൂങ്കുയിലേ. പുന്നാരപ്പൂം കുയിലേ, അങ്ങനെയാണ് പാട്ട്. നമ്മളത് അവസാനിക്കുമ്പോൾ നമ്മളാ ഒരു നാടകഗാനത്തിന്റെ ഒരു അല്ല അതിന്റെയൊക്കെ ചെരുവുണ്ട് പഴയ പാട്ടുകളുടെ. അതേ പറഞ്ഞ മൊത്തത്തിലൊരു വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒരു പാട്ടായിട്ട് ശ്രദ്ധിച്ച ആൾക്കാർക്ക് താല്പര്യം ഉണ്ടായ ഒരു പാട്ടാണ് അത് ശരിക്കും.
ിയാന്റെ കരളിന്നൊരു കനലു പറിച്ച് മുടിയാടും കാവിയിലെ കണ്ണീരിനുപ്പും ചിറകറ്റു വീഴുന്ന നിണവും തുടിപ്പും തുണയറ്റു കേഴുന്ന ആമ്പൽ പൂമൊട്ടും കരുമാടിക്കാറ്റിന്റെ ഇരുളും പൊരുളും ഇവയൊക്കെ കൂട്ടിയിട്ടൊരു കളിയുണ്ടടത്തിയാൽ മേലത്തെ മണി മേട തീ പീടിച്ചലറും ചിതലേറ്റ ചട്ടങ്ങൾ ചിതയിലൊടുങ്ങും നീരറ്റ ചോലകൾ തിരയാടി ഉയരും വേരറ്റ കനവുകൾ കതിർച്ചൂടി വിരിയും മാനത്തെളിച്ചത്തൊരു മഴവിൽ തെളിയും ലോകത്തിരുമുറ്റത്ത് പൂമാരി പെയ്യും. പിന്നെ ചന്ദ്രേട്ട ഞാൻ ഒരു അഭിപ്രായം ചോദിക്കുകയാണ്. ചന്ദ്രേട്ടന്റെ അഭിപ്രായം എന്താണ് എന്നുള്ളത്. ഇപ്പോ യൂത്ത് ഏറ്റെടുത്തിട്ടുള്ള ഒരു രീതിയിലേക്ക് കൊണ്ടുവന്ന റാപ്പ്, നമ്മുടെ രണ്ട് ചെറുപ്പക്കാര് വേടൻ മുരളി, അതുപോലെ വേറെ ഒരു ഡാപ്സി, ഇവർ രണ്ടുപേരാണ് ഇപ്പൊ അത് എന്താ പറയാ സ്റ്റേജ് ഇങ്ങനെ കയ്യിട്ടത്തിന് അന്യ രാജ്യങ്ങളിലും ഇവിടെ ഇപ്പൊ ഈ പാലക്കാട് ഒരു പ്രോഗ്രാം അവർക്ക് വന്നിട്ട് അവതരിപ്പിക്കാൻ പറ്റാതെ കണ്ട് തിരിച്ചു പോയി ചില അത്രയും പ്രേക്ഷകരെ കയ്യിലെടുത്ത്. അപ്പൊ ഈ റാപ്പ് ഇതിനെ പറ്റി എന്താണ് ചന്ദ്രന്റെ ലോകത്ത് മുഴുവൻ പല രീതിയിലുള്ള പാട്ടുകളുണ്ട്. റാപ്പൊക്കെ നമുക്ക് ഇവിടെ നിന്ന് വന്നതല്ല. അപ്പൊ നമ്മൾ കണ്ടിട്ടുണ്ട് പണ്ട് കാലം തൊട്ട് നമ്മള് വിഷ്വല് കണ്ടിട്ടുണ്ട് നെറ്റിലൊക്കെ. ഈ ചങ്ങലക്കിട്ട ആൾക്കാരൊക്കെ പാടുന്ന റാപ്പുകള് നമ്മുടെ ആൾക്കാരൊക്കെ അതിന്റെ വേറൊരു രീതി അനുകരിച്ച് പണ്ട് തൊട്ടേ ചെയ്തിട്ടൊക്കെ ഉണ്ട്. റാപ്പിന്റെ വർത്തമാനം പറയണ രീതി ശക്തമായിട്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടി പ്രതികരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മാർഗം കൂടിയാണ്. അവരും അങ്ങനെ തന്നെ ചെയ്യണം. ആഫ്രിക്കൻ റാപ്പുകളുള്ളത്. അപ്പൊ അത് പാട്ടുകളാണ്. എല്ലാ പാട്ടുകളും അതിന് പല ശാഖകളുണ്ട്. ഇപ്പൊ ഇവരൊക്കെ വേടനും അതുപോലെ മുരളിയൊക്കെ ശരിക്ക് കുറെ നാള് ഭരിക്കട്ടെ. അവര് പാട്ടുകാരല്ലേ, നല്ലതല്ല. അതല്ല അവര് വേടൻ പറയണ്ടായി ആ ഒരു കറുത്ത വർഗത്തിനെ പറ്റിയിട്ട്, കറുപ്പിനെ പറ്റിയിട്ട് ഞാൻ കേട്ടു നാളത്. ശക്തമായിട്ട് നമ്മളൊക്കെ വിചാരിക്കുന്ന ഒരു കാര്യം തന്നെ. ഉള്ളില് കിടക്കുന്ന അസമത്വങ്ങൾ വേറെ ആളോട് പറയാൻ പറ്റില്ല. പല കാര്യങ്ങളും പാട്ടിലൂടെ പറഞ്ഞ് അതിന്റെ വൈകാരികമായ അംശം ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടി പാട്ടൊരു ഉപാധിയാണ് ശരിക്കും. അത് ശരിയും കൂടിയാണ്. ഓരോ കാലങ്ങൾ മാറി മാറി എല്ലാറ്റിനെയും മാറ്റിക്കൊണ്ടിരിക്കും, പാട്ടിനെ മാറ്റിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ പഴയ കാലത്തെ പാട്ടുകൾ നല്ല പാട്ടാണെന്ന് നമുക്കൊക്കെ അറിയാം. പക്ഷെ അതുപോലെ ഇപ്പൊ ആരും എഴുതാൻ സിനിമയിലൊന്നും അനുവദിക്കില്ല അത്തരം പാട്ടുകൾ. ഇപ്പൊ പഴയ കാലത്തെ പ്രാണസഖി, ഞാൻ ഒരു പാമരനാം പാട്ടുകാരെന്നുള്ള പാട്ടൊക്കെ നമ്മളിന്നും വളരെ ശ്രദ്ധയോടെ സ്നേഹിച്ച് കാണുന്ന ഒരുപാട് അത്തരം പാട്ടുകളുണ്ട് പഴയ കാലത്ത്. കാരണം ഭാസ്കരൻ മാഷും വയലാറും ONV-യും അതുപോലെ ഒരുപാട് പേര് നമുക്ക് തന്ന ഒരുപാട് പാട്ടുകൾ നമ്മുടെ മനസ്സിൽ നമ്മൾ സൂക്ഷിക്കുന്നുണ്ട്. പക്ഷെ സിനിമയ്ക്ക് ആവശ്യം, പുതിയ സിനിമയ്ക്ക് ആവശ്യം, സിനിമ മാറി. അന്ന് മറ്റു MTയുടെ കഥ പോലത്തെ അല്ലെങ്കിൽ മറ്റുള്ള കഥയുള്ള ഒരുപാട് പടങ്ങളിൽ ഇത്തരം പാട്ടുകൾ ചേർന്ന് പോകുന്നതാണ്. ചിലപ്പോ ഇന്നത്തെ പടത്തിൽ അങ്ങനത്തെ ഒരു പാട്ട് വന്നാല് അതിന് ഫ്രെയിം തന്നെ വ്യത്യാസം വരും. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അതിലൊക്കെ. അപ്പൊ നമ്മൾ നിർബന്ധം പിടിക്കരുത് അങ്ങനത്തെ പാട്ട് വേണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാലം മാറുന്നതിനനുസരിച്ച് ഒരുപാട് മാറ്റങ്ങൾ സിനിമയിലുണ്ടാവും, പാട്ടിലുണ്ടാവും. അതുപോലെ ചന്ദ്രേട്ടന്റെ ഓരോ സൃഷ്ടിയില് കവിത ആയിക്കോട്ടെ, സിനിമ പാട്ടുകളായിക്കോട്ടെ, അതിലെല്ലാത്തിലും ചന്ദ്രേട്ടന്റെ ഒരു കയ്യൊപ്പ് ഉണ്ടല്ലോ, ഒരു സിഗ്നേച്ചർ എന്ന് പറയും. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ അത് പറഞ്ഞ ഭരതൻ മൂവീസിൽ ഭരതൻ ടച്ച്, അതുപോലെ ചന്ദ്രേട്ടന്റെ ഒരു കയ്യൊപ്പ് എല്ലാത്തിലും കാണാം. ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതിയാണ് ചന്ദ്രേട്ടന്റെ അത് അതിലെ ഉൾക്കൊള്ളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ പുതിയതായിട്ട് ഏതാണ് ഒരു സിനിമ ഇപ്പൊ വന്നിട്ടുള്ള ചാട്ടുളി എന്ന് പറഞ്ഞൊരു പടമാണ്. അതിനു മുന്നേ അതിനു മുന്നേ ഇടിയൻ ചന്തു, പിന്നെ അങ്ങനെ കുറച്ച് പടങ്ങൾ പടുത്തരത്ത് വന്നിരുന്നു. അതൊക്കെ കുറച്ചുകൂടിയിട്ടുള്ള പടങ്ങളും ഉണ്ട് അതില്. അപ്പൊ ഈ പാട്ടുകൾ എഴുതാനുള്ള ഒരു കോൺസെൻട്രേഷൻ അത് എങ്ങനെയാ ചന്ദ്രേട്ട ഒരു എന്താ പറയാ ഒരു ആദ്യം പല സ്ഥലത്തേക്ക് പോകുമ്പോഴേ നമ്മളുടേതായിട്ടുള്ളൊരു രീതി വരുന്നത്. ഇപ്പൊ എനിക്ക് അങ്ങനെ വരാൻ കാരണം എന്താ വെച്ചാല് എനിക്കറിയാവുന്ന ഭാഷയെ ഞാൻ എഴുതുകയുള്ളൂ. അതുപോലെ നമ്മള് ഒരു പാട്ട് കേട്ടിട്ട് നമ്മള് ഡിക്ഷണറി നോക്കേണ്ട ആവശ്യമില്ല എന്ന് വിചാരിക്കുന്ന ആളാണ്. ഇപ്പൊ ഡിക്ഷണറി നോക്കി നമുക്ക് വാക്കുകൾ കിട്ടും. പക്ഷെ അതിന്റെ ഒരു ആവശ്യമില്ല പാട്ടിന്. പാട്ട് പെട്ടെന്ന് തട്ടേണ്ടത് ഹൃദയത്തിലാണ്. അത് നമുക്ക് ആൾക്കാർക്ക് മനസ്സിലാവണം എന്നുള്ളത് തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ. അപ്പൊ
നമുക്ക് ആദ്യം ബോധ്യപ്പെടുക എന്നുള്ളതാണ്. അതെ അവിടെ നിന്ന് പിന്നെ ജനങ്ങൾക്ക് അത് ബോധ്യപ്പെടുന്നുള്ള വിശ്വാസമാണ്. അങ്ങനെ ഞാൻ അതിന്റെ ഒരു ലാളിത്യത്തിലേക്ക് പോകാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട്. അപ്പോ ചന്ദ്രവേട്ടന്റെ കറുത്തവൻ എന്നൊരു കവിത സമാഹാരം, ഇതിൽ നിന്നും ഞാൻ പെർമിഷൻ വാങ്ങിച്ചിട്ടാണ് ഒന്ന് പാടുന്നത്. ഇത് ചരിത്രം എന്ന് പറഞ്ഞ ഒരു ഇതാണ് അല്ലെ? അതെ. അതൊന്ന് ഞാൻ ഒരു 4 വരി പാടി നോക്കാം, എങ്ങനെ ഉണ്ടാവും നോക്കാം. എനിക്കു വേണ്ടി വെയിലും മഴയും കൊണ്ട കുടകൾ, കല്ലും മുള്ളും ഏറ്റ ചെരുപ്പുകൾ, എല്ലാം എത്ര പെട്ടെന്നാണ് തേഞ്ഞും മാഞ്ഞും പോകുന്നത്. എനിക്കു വേണ്ടി കണ്ണട നിലയ്ക്കാതെ ഓടിയ വാച്ച്, ഉടുത്തൊരുങ്ങിയ ഉടുപ്പുകൾ, എല്ലാം എത്ര പെട്ടെന്നാണ് ഉപേക്ഷിക്കപ്പെടുന്നത്. കൊണ്ടവയൊന്നും കൊണ്ടാടപ്പെടാറില്ല ഒരു ചരിത്രത്തിലും. ഞാനത് ശരിക്കും പറഞ്ഞ ഗദ്യ കവിതയാണ്. അത് ശല്യത് ഞാൻ അത്ഭുതപ്പെട്ടു പോയി ശല്യപ്പോ. അപ്പൊ ഇനി നമ്മളുടെ സിനിമാ ഗാനങ്ങൾ ഇതുപോലെ ഏത് വ്യത്യസ്തമായിട്ടുള്ള ഒരു പാട്ട്? ചെറിയ കുറെ പടങ്ങളിൽ കുറെ പാട്ടുകളുണ്ട്. അതൊന്നും പിന്നെ ഞാൻ തന്നെ മറന്നു പോകും, പിന്നെ കേൾക്കാൻ പറ്റാത്ത കാരണം. പിന്നെ രണ്ടാം നാൾ എന്ന് പറഞ്ഞൊരു സീനത്ത് ചേച്ചിയുടെ പടത്തിലെ ഒരു പാട്ടിനാണ് എനിക്ക് ഫിലിം ക്രിറ്റിക്സ് അവാർഡ് കിട്ടിയത്. അത് പ്രണവ് ശശിയാണ് അത് പാടിയിട്ടുള്ളത്. അപ്പൊ അത് ഇങ്ങനെ ആദിവാസികളുടെ ഒരു കഥയാണത്. ഒരു പ്രത്യേക സമൂഹത്തിന് നേരിടേണ്ടി വരുന്ന ദുരന്തങ്ങളെ കുറിച്ചിട്ടുള്ളതാണ് കഥ ഒക്കെ പറഞ്ഞു തന്നെ. അതിനനുസരിച്ചുള്ള പാട്ടാണ് എഴുതിയിട്ടുള്ളത്. അതൊരു ട്രൈബൽ സോങ് പോലൊക്കെ അങ്ങനെയായിട്ടല്ല, ഇങ്ങനെയാണ് അതിന്റെ വരികൾ. എങ്ങടെ ചോരേല് പൊട്ടിമുളച്ച ചെന്തളിർ പൂക്കളെ കൊണ്ടോണതാരാവോ, എങ്ങടെ ചോരേല് പൊട്ടിമുളച്ച ചെന്തളിർ പൂക്കളെ കൊണ്ടോണതാരാവോ, നീളണല്ലോ മനം കാളണല്ലോ. ഒരു പാട്ട് ഉള്ളത്, അത് സിനിമ പാട്ട് തന്നെ. ആരാണ് ഒത്തുപിടിക്കുന്നത് എന്ന് പറഞ്ഞിട്ടൊരു, അത് ഉറുമിയിലത്തെ പാട്ടാണ്. ഉറുമിയില് 3 പാട്ടുണ്ടല്ലേ. അപ്പൊ ഒരു പാട്ട് തെളുതേളെ പൂമാന പന്തലിലല്ലോ അണിയാണി അണിയാലേ ഉഴുതുമാം പാട്ട്. പിന്നെ ആരാന്ന ഒത്തുപീടിക്കുന്നത് ആരാന്ന തീയടം തിറയാടാൻ മാണിക്ക കാവിൽ ഉറഞ്ഞാടാൻ, ഓനന്നേ കുട്ടിനു വന്നത് ഓനന്നേ, വന്നോരും പോയോരും ചോര പൊടിച്ചൊരു മണ്ണന്ന്, കതിരെല്ലാം കെട്ടണ പതിരെല്ലാം പാറ്റണ നിറ നിറയിട്ട് നന്ദിനത്തിന്താരും. അപ്പൊ ചന്ദ്രേട്ടൻ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, എന്തുകൊണ്ടാണ് ചന്ദ്രേട്ടൻ ഏങ്ങണ്ടിയൂരിനെ ഇഷ്ടപ്പെടുന്നത്. ഏങ്ങണ്ടിയൂരിന്റെ ഒരു നൊസ്റ്റാൾജി, ആ ഒരു ഇഷ്ടം എന്തുകൊണ്ടാണ്? ഈ ഇത്രയും പ്രകൃതി രമണീയമായ ഒരു സ്ഥലം, ഇങ്ങനെ ഒരു സ്ഥലം കിട്ടുക എന്ന് പറഞ്ഞാൽ അപ്പൊ നമുക്കൊരു ഭാവനകൾ തന്നെ ഇതില് ഉരുത്തിരിഞ്ഞു വരും. തീർച്ചയായിട്ടും പോയ കാലത്ത് ഇതിലും പ്രകൃതി ഭംഗിയുള്ള ഇടായിരുന്നു പണ്ട്. കാരണം ഇപ്പൊ വീടുകളാണ് അധികം. പഴയ കാലത്ത് ഒരുപാട് പാടങ്ങളുണ്ടായിരുന്നു. നമ്മൾ പാട്ട് കേട്ടത് ആദ്യം പാടത്തുനിന്നാണ് നമുക്ക് പറയാം. വയനാടൻ മഞ്ഞൾ മുറിച്ച പോലെ കുരുത്തോലയായ മരണം പോലെ എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മമാര് ഞാറ് നടുമ്പോ പാടുന്ന പാട്ടുകളൊക്കെ കേട്ടിട്ടുണ്ട് പണ്ട്. ഇപ്പൊ ആ പാടങ്ങളൊന്നും ഇല്ല. അവിടെയൊക്കെ മണ്ണൊക്കെ ഇട്ട് നികത്തി വലിയ ടെറസ് വീട് വെച്ചു ആൾക്കാർക്ക്. അത് എന്നാലും ആ പാട്ടുകൾ ഇപ്പോഴും പല രീതിയിൽ പല ആളുകളുടെ മനസ്സിലുണ്ടെന്ന് മാത്രം. ഇപ്പൊ അന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കൂളിൽ കുട്ടികളൊക്കെ വരുന്നത് നല്ല കറുകപ്പുൽ വിരിയിട്ട നടവരമ്പത്ത് കൂടെ ആയിരുന്നു. അപ്പൊ ഇങ്ങനെ വരമ്പത്ത് കൂടെ തന്നെ പോകുമ്പോ നമുക്കൊക്കെ ഓർമ്മയുള്ള കാര്യം, അപ്പുറത്ത് ഇങ്ങനെ നീർച്ചാലൊക്കെ ഉണ്ടാവും. അതിലിവിടെ പരൽമീനുകള് ഇങ്ങനെ തുള്ളി മറിഞ്ഞ് പോവുക. അതുപോലെ ബ്രാൽക്കുഞ്ഞുങ്ങള്, ചുമന്ന ബ്രാൽക്കുഞ്ഞുങ്ങൾ അമ്മയോടൊപ്പം ഇങ്ങനെ പോകുന്ന കാഴ്ചകള്. അപ്പുറത്ത് വരമ്പിലൂടെ കുളക്കോഴികൾ കൂട്ടിട്ടിട്ട് കേസ് വാദിക്കാൻ പോകുന്ന വക്കീലന്മാരെ പോലെ ഗമയിലൊക്കെയുള്ള നടത്തങ്ങള്. ഇതൊന്നും ഇപ്പൊ കാണാനില്ല.
കാരണം പാടം ഇല്ല, ഒരുപാട് കാര്യങ്ങൾ ഇല്ലാതായി എന്നുള്ളതാണ് നമ്മുടെ. അത് കാലം എല്ലാത്തിനും മാറ്റിയെടുക്കും, നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. കാലത്തിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് മനുഷ്യന്റെ പ്രകൃതിയിൽ ഒരുപാട് വിഷയങ്ങളുണ്ടാവും ഉറപ്പായിട്ടും. അപ്പോ അത്തരം വലിയ മാറ്റങ്ങള് ഉണ്ടായെങ്കിലും ഇന്നും നമ്മുടെ നാട് നല്ല നാട് തന്നെ എന്ന് പറയുന്നത്. ഇത് ഇങ്ങനെയൊക്കെ കാണുമ്പോ നമുക്ക് ഇങ്ങനെ എന്താ പറയാ, കലാഭവൻ മണിയുടെ കുറെ പാട്ടുകളുണ്ട്. അപ്പരലി വെള്ളത്തിനോടല്ല, അതൊക്കെ ആ വരികൾ ഇങ്ങനെ നമുക്കിങ്ങനെ. തീർച്ചയായിട്ടും കലാഭവൻ മണിയെ പറ്റിയിട്ട് എന്താണ് അത്, നാടൻ പാട്ടിന്റെ? തീർച്ചയായിട്ടും കലാഭവൻ മണി പാടുന്ന പല പാട്ടുകളും നാട്ടുപാട്ടുകളല്ല, നാട്ടുപാട്ടുകളാണ് അദ്ദേഹം പാടിയിട്ടുണ്ട്. പക്ഷെ നാടൻ പാട്ടുകൾക്ക് പ്രത്യേകിച്ച് ഒരു പുതിയ ഉണർവുണ്ടാക്കാൻ അദ്ദേഹത്തിന്റെ നല്ല ശ്രമം ഉണ്ടായിട്ടുണ്ട്. അത് എന്തായാലും പറയണം. പുതിയ കുട്ടികളൊക്കെ ഏറ്റെടുത്ത് പാടുന്നത് പഴയ നാടൻ പാട്ടല്ലെങ്കിലും മണി പാടിയ പല പാട്ടുകളും കുട്ടികളൊക്കെ രീതിയിലും അതുപോലെ ഒറ്റയ്ക്കും ഒക്കെ പാടാൻ തുടങ്ങിയിട്ടുണ്ട്. സ്റ്റേജ് പ്രോഗ്രാം ഉണ്ടെങ്കിൽ അവിടെ മണിയുടെ പാട്ട് പാടിപ്പിക്കും. അതാണ് സമയം എടുത്തു. പല ഇപ്പോഴും മുഴുവൻ കവറായിട്ടില്ല. അതുകൊണ്ട് ഒരുപാട് കവിതകളും അതുപോലെ സിനിമാ ഗാനങ്ങളും ഒരുപാട് ചർച്ചകള്, ശാസ്ത്രം, ആളുടെ ശില്പങ്ങൾ ഇപ്പോൾ ശരിക്കും അവൈലബിൾ അല്ല ഇവിടെ. അത് പല സ്ഥലത്തും ഗിഫ്റ്റായിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ പോയിരിക്കുകയാണ്. അപ്പൊ ആള് ഒരു ദിവസം ഇപ്പോ ഒരു സൃഷ്ടി ഇപ്പൊ ഉണ്ടായിട്ടില്ല. ആളധികവും ഇപ്പോ ഈ സാഹിത്യരംഗത്താണ് ആള് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ഇത്രയും തിരക്ക് പിടിച്ച ഒരു സമയത്ത് കൂടി നമ്മുടെ കൂടെ സമയം കണ്ടെത്തി നമ്മുടെ കൂടെ ഒന്നിച്ചിരിക്കാനും കാര്യങ്ങൾ പങ്കിട്ട് എല്ലാം പ്രേക്ഷകരിലേക്ക് എത്തിക്കാനും സഹായിച്ചതിൽ ചന്ദ്രേട്ട വളരെയധികം കടപ്പാടുണ്ട്. ഒരിക്കൽ കൂടി നന്ദി പറയാണ്. എനിക്ക് വളരെ സന്തോഷമുണ്ട്. എന്നെ തേടിയെത്തിയ ആറം ബ്ലോഗ്സിന് നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്നെ ക്യാമറ ചെയ്ത ആൾക്കും വളരെ സന്തോഷമുണ്ട്. നിങ്ങളെല്ലാവരും ഈ വീഡിയോ മുഴുവനും കാണണം. കാരണം ഇങ്ങനെ തേടിയെത്തുന്നവരെ പ്രോത്സാഹിപ്പിക്കേണ്ടത് നമ്മുടെ കൂടെ കടമയാണ്, കാലത്തിന്റെ കൂടി കടമയാണ്. സന്തോഷം. നമസ്കാരം. നമസ്കാരം. സ്നേഹത്തോറ്റം. മഴവില്ലെനിക്കു നിറങ്ങൾ തന്നു നിറഞ്ഞ മനസ്സോടെ, കടലുകളേഴും മഷി ചാലിക്കാനൊരുങ്ങി നിന്നപ്പോൾ, വാനം വരയിടമാക്കി ഞാനൊരു ചിത്രമെഴുതുകയായി. അതിലാരുടെ നിറവുകൾ, ആരുടെ മുറിവുകൾ, ആരുടെ നീറും മൗനങ്ങൾ. സ്നേഹം അതാണതിൻ ജീവൻ, സ്നേഹം അതാണതിൻ ജീവൻ. മലനിരകൾ, വാദ്യമേളങ്ങൾ, മഴനൂലിരകൾ, തന്ത്രികൾ, ഇലമർമരങ്ങൾ, ഈറക്കാടുകൾ, ഇടിനാദങ്ങൾ, ഈണങ്ങൾ, പുഴകൾ, ഗായകർ, ഒരു ഗാനമൊരുങ്ങുകയായി. അതിലാരുടെ നിലവിളി, ആരുടെ കൊലവിളി, ആരുടെ ഉയരും തേങ്ങലുകൾ. സ്നേഹം അതാണതിൻ രാഗം. താളം തെറ്റിയ ചുവടുകൾ, കാലം നീട്ടിയ മുദ്രകൾ, സ്നേഹത്തിനായി കലഹിച്ചിവിടെ നൃത്തം ചെയ്യുകയായി. അതിലാരുടെ രോക്ഷം, ആരുടെ മോക്ഷം, ആരുടെ വീറിൻ ചടുലതകൾ. സ്നേഹം അതാണതിൻ താളം. ഭൂമിയെ മാറ്റിമറിച്ചു കുഴച്ചൊരു ശില്പം തീർക്കുകയാണിവിടെ, ഒരു സ്വപ്നം നേടുകയാണിവിടെ. സൂര്യനൊരുക്കിയ ചൂളയിൽ നീറി ഉയരത്തെളിയുകയായി. അതിലാരുടെ കനവുകൾ, ആരുടെ നിലവുകൾ, ആരുടെ കനലും കനിവും. സ്നേഹം അതാണതിൻ ഭാവം, സ്നേഹം അതാണതിൻ ഭാവം.